ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡ്രസ്സുകൾ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ മുക്കത്തെ കളർഫുള്ളിൽ നിന്നാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മെറ്റീരിയൽ ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ 2 മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. മറ്റതിങ്ങനെ ഓരോ കാരണത്താൽ അങ്ങനെ വൈകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മോൾഡത്. ടോപ്പ് പാൻറ്റ് ഷോള് വരുന്ന സെറ്റും ഉണ്ടാകും, ഷോൾ വരാത്ത സെറ്റും ഉണ്ടാകും സോഫ്റ്റ് കോട്ടണിൽ. അപ്പോൾ നമ്മൾ ഷോൾ വരുന്ന ഈ സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിളാട്ടോ ഈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാൻ. നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് എൻ്റെത്. ഇതും ഷോള് അടക്കം വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഓരോന്നിനും എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് കളർഫുൾ എന്നല്ല, മുക്കത്തന്നെയുള്ള സാഗർ ബട്ടൺ ഹൗസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതും ഇതേപോലെ ഷോൾ അടക്കം വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് എൻ്റെത്. ഇതിന് ഞാൻ ടോപ്പിന് മാത്രം 5.5 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അംബ്രല്ല കട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 5.5 മീറ്റർ അല്ല, 5 മീറ്റർ. അപ്പോൾ ബോഡി പാർട്ടിന് 1.5 മീറ്ററും വരും, സ്കേർട്ട് പാർട്ടിന് 3.5 മീറ്ററും വരും. 3 മീറ്റർ അത്രയൊക്കെയാണ് വരുന്നത്. ആദ്യം ഞാനിതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുത്തു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ലീവാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്ത്. പിന്നെ കഴുത്ത് എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും എന്താ റൗണ്ട് കഴുത്താക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു കഴുത്ത് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടം റൗണ്ട് കഴുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് അതുതന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആം ഹോളൊക്കെ ഒഴിച്ച് കട്ട് ചെയ്ത്, ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എൻ്റെ സ്ഥിരം മെഷർമെൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കഴുത്തിൽ ഈ ഒരു വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് കഴുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീതിയും നീളവും എടുത്തൊരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായ ഡിസൈനിൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ സ്കേർട്ട് പാർട്ടിന് ഞാൻ തുണി 2 മടക്കിയിട്ട് ഹാഫ് അംബ്രല്ലയാണ് ചെയ്യണത്, ഫുൾ അംബ്രല്ലയല്ല. അപ്പോൾ ഹാഫ് അംബ്രല്ലക്ക് വേണ്ടിയിട്ട് നമ്മൾ തുണി മടക്കുമ്പം നമുക്ക് എത്രത്തോളം വേസ്റ്റിലേക്ക് വരുന്ന റേഡിയസ് ഉണ്ടോ അത് കണ്ട്, പിന്നെ ഫുൾ ലെങ്ത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുക. കാരണം നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കാൻ 1/2 ഇഞ്ചും. എല്ലാ വശത്തേക്കും നമുക്ക് വേണ്ട ലെങ്ത്ത്, എനിക്ക് വേണ്ടത് 38 ഇഞ്ചാണ്, 40 ഇഞ്ചാണ്. ഞാൻ 40 എടുത്തിട്ടില്ല, 38 എടുത്തത്. എന്നിട്ട് കുറച്ച് സൈഡിൽ പോരാത്തതിന് നമ്മളിങ്ങനെ നിലത്ത് ഞാൻ വരച്ച് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ അടിയിലൊരു പീസ് പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൽ ആ വര വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ആ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോഴുള്ള ആ വേസ്റ്റ് പാർട്ട് എടുത്തിട്ടാണ് നമുക്ക് പോരാത്ത ഭാഗത്തേക്ക് നമ്മൾ തുണി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിലത്ത് വരച്ച് കൊടുത്ത ആ ഭാഗത്ത് തുണി പോരായികയല്ലേ, അത് നമ്മൾ അപ്പുറത്തുനിന്ന് എടുത്തിങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഈ നിലത്ത് വരയ്ക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ന്യൂസ് പേപ്പർ അടിയിൽ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ ആ പേപ്പർ കട്ട് ചെയ്തിട്ട് അതന്നെ എടുത്ത് ഈ തുണിയിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക കേട്ടോ. ആ പീസിൽ നമ്മൾ ആവശ്യമുള്ള തുണിക്ക് കുറച്ചധികം എടുക്കണമല്ലോ. ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ. അതാണ് ഞാൻ പേപ്പർ ഉള്ളിലേക്ക് വെക്കുമ്പം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ കട്ടിങ് ചെയ്യുക. ഇതൊക്കെ ഒരുവിധം ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് ഇടണം എന്നുള്ള കമൻസും ഉണ്ടായിരുന്നു. വാട്സപ്പിലും കുറേ ആളുകൾ കോണ്ടാക്ട് ചെയ്യും. പിന്നെ മോളത് ഇത് ഓൾറെഡി അവൾക്കുള്ള റെഡിമെയ്ഡ് കുർത്തയാണ്, സെറ്റാണ്. പാൻറ്റ് ടോപ്പ് ഷോളിൽ വരുന്ന സെറ്റാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 12 പാനലാണ് കേട്ടോ. ഫ്രണ്ടിൽ 6 പാനലും ബാക്കിൽ 6 പാനലായിട്ട് പാനൽ കുർത്തിയാണ്. പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തുണി കൂടുതൽ എടുക്കേണ്ടി വരും. പാൻറ്റിന് ടോപ്പിന് കുറയ്ക്കുകയും ചെയ്യാം, അങ്ങനെയാണ്. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ മെറ്റീരിയൽ ബോഡി പാർട്ടിലേക്ക് എടുത്തപ്പം 1/2 ഇഞ്ച് അവിടെ അധികം വേണം. അപ്പോൾ പാൻറ്റിന് 2 എടുക്കണമെന്ന് വെച്ചാൽ 2.5 ഇഞ്ച് വേണം. പക്ഷേ ഇതിന് താഴെയൊക്കെ ബോർഡറും കൂടി കൊടുത്തതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാനലിനും മേലെ എത്ര വീതി വരുന്നത്, താഴെ എത്ര വീതി വരുന്നത് നമ്മൾ നോക്കണം. മേലെ വരുന്ന വീതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അധികം കൂട്ടണം. 2 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ.
താഴെയും അങ്ങനെ തന്നെ. താഴെ കണ്ട നല്ലോണം വിരിവുണ്ട്. താഴത്തെ വിരിവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 10 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെയും താഴെ പാൻറ്റിൻ്റെ പീസ് കൊണ്ട് ബോർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിന് വേണ്ട ലെങ്ത്തിൽ നിന്ന് അത് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇതിനിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിനൊരു 4 ഇഞ്ച് വീതിക്കാണ് ബോർഡർ കാണുന്നത്. അപ്പം അത് കുറച്ചിട്ട് ഇപ്പോൾ നമുക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടതൊരു 38 ആണെങ്കിൽ 34 എടുത്താൽ മതി ലെങ്ത്ത്. അപ്പോൾ ഇതിന് പാനൽ കട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ മടക്കുന്ന പോലെ ഫുള്ളായിട്ട് മടക്കിയിട്ടുള്ള വൺ സൈഡിൽ നിന്ന് എടുക്കലല്ല. നമുക്കിപ്പോൾ താഴത്തെ ഏറ്റവും വീതി വേണ്ട 10 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ നമ്മുടെ 44 ഇഞ്ച് വീതിയുള്ള തുണീനെ ഒന്ന് മടക്കി ഒന്നുകൂടി മടക്കി ഇപ്പം 4 ആക്കി വെച്ചു. അപ്പോൾ ഇതിൽ 4 പീസാണ് കിട്ടുക. ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട്, അതായത് 38 വേണ്ടത് വെച്ചാൽ 39 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് എടുക്കുക. ഇങ്ങനത്തെ 3 പീസ് ഇങ്ങനെ മടക്കി വെച്ച 1, 2, 3 പീസുകളാണ് എടുക്കുന്നത്. അപ്പം ആ പീസുകളൊക്കെ നമ്മൾ ഒന്നിന് മേലൊന്നാക്കി വെച്ചിട്ട് നടുഭാഗത്തു നിന്ന് 2 സൈഡിലേക്കും വീതി കറക്റ്റാക്കിയിട്ട് താഴെ ഫുൾ വീതിയും എടുത്തു. മനസ്സിലായില്ലേ? ഈ വരച്ചത് വെച്ചത് കണ്ടില്ലേ? ഞാൻ മുമ്പൊരു നൈറ്റി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്വരെ കട്ട് ചെയ്യാതെ ഉള്ളത്. ആ മെത്തേഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. ഇതിപ്പം 3 പീസ് ആയിട്ട് 44 ഇഞ്ച് വീതിയുള്ള തുണീനെ ഓരോന്നിനെയും 4 ആക്കി മടക്കിയിട്ടുള്ള 3 പീസ് ഉണ്ടല്ലേ? ഇതിൽ ഓരോ പീസിൽ നിന്ന് 4 പീസ് വീതം അങ്ങനെ 12 പീസാണ്. 6 ഫ്രണ്ടിലേക്കും 6 ബാക്കിലേക്കും അങ്ങനെയാണ് വരിക. അപ്പോൾ താഴത്തെ വീതിയാണ് നമ്മളിതിൽ നോക്കിയിട്ടുള്ളത്. പല മെത്തേഡിലും പാനൽ കട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 പാനൽ, 12 പാനൽ, 16 പാനൽ, അങ്ങനെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാലും കുറേ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ കിട്ടും. ഇങ്ങനെയാണിത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ പാനൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ പാനലുകൾ ജോയിൻ ചെയ്തിട്ടുമ്പോൾ പല സ്ഥലത്തും ഏറ്റക്കുറച്ചിൽ വരും, വലിപ്പ ചെറുപ്പം വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് അധികം എടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ലെങ്ത്ത് വേണ്ടത് 38 ആണെങ്കിൽ 40 41 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം. കാരണം ആ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. അല്ലാത്തവർക്ക് വലിയ വ്യത്യാസം അങ്ങനെ ചെറിയ തോതിലുണ്ടാവുള്ളൂ. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ടെന്ന് എപ്പോഴും എല്ലാവരും ചെയ്യുന്നവർ പറയുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ സ്ലീവിന് താഴെ ഭാഗത്ത് നമ്മൾ പാൻറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് പാൻറ്റിൻ്റെ പീസ് കൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ബോഡി പാർട്ടിന് മാത്രം എടുക്കുകയാണെങ്കിൽ 3/4 ഇഞ്ച് വേണ്ടി വരും വലിയ ആൾക്ക്. സ്ലീവിന് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 3/4 ഇഞ്ച് വേണം. അപ്പം ബോഡി പാർട്ടും സ്ലീവും ഒരേ പീസിൽ എടുക്കുകയാണെങ്കിൽ 1.5 മീറ്റർ അതിന് വേണം. താഴത്തേക്ക് അത് വേറെയും വേണം. ഇത് പിന്നെ ഞാൻ താഴെ പാൻറ്റ് പീസ് കൊണ്ട് ബോർഡർ കൊടുക്കാൻ കട്ട് ചെയ്തതായിരുന്നു. പിന്നെ പക്ഷെ മൂക്കും അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആദ്യം എൻ്റെ സ്റ്റിച്ച് ചെയ്യാം. ഈ നെക്കിന് പീസ് കൊടുത്തു, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ഷേപ്പാണ്. ഇതിപ്പോൾ നമുക്ക് വേറെ പല പല ഷേപ്പാക്കാം. വി ആക്കാം, സ്ക്വയർ ആക്കാം, ആലിലെ ഷേപ്പാക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഫുള്ളായിട്ട് കുറേ എണ്ണം കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പ്. അപ്പോൾ എപ്പോഴും ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കഴുത്തിൻ്റെ വീതിയും നീളവും എടുത്തൊരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടിപ്പോകില്ല. ഈ നെക്കിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ കട്ട് കൊടുക്കേണ്ടി വരും തയ്യൽ തുമ്പിൽ. വീനക്കൊക്കെ ആകുമ്പം 1-2 സ്ഥലത്തേ കട്ട് കൊടുക്കാനുണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു പീസിനെ ചീത്തവശത്തേക്ക് മറിച്ചിട്ട് പതിച്ചടിച്ച് ഫിനിഷാക്കാം. അപ്പം നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് എടുക്കുക ചെയ്യുക. ഇനി ഇത് ഞാനെല്ലാത്തിലും തയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. നെക്ക് പതിച്ച് താഴെയും മേലും പതിച്ച് തയ്ക്കുകയേ ചെയ്യുള്ളൂ, ഹെം ചെയ്യാറില്ല. പക്ഷേ നെക്കിൻ്റെ ഭാഗമൊക്കെ ഓപ്പണായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഹെം ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് താഴെ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്കും ഓരോ ടെക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാം കേട്ടോ. ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ചെസ്റ്റ് നിപ്പിൾ പോയിൻ്റ് എടുക്കുക. അതിൽ നിന്ന് താഴെയായിട്ടാണ് ഈ ടക്ക് വേണ്ടത്. അപ്പോൾ ടക്കിന് താഴെ ഭാഗത്തെ വീതി ഒരു 3/4 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് അത് ഈ മേലോട്ടേക്ക് വരുമ്പം അങ്ങോട്ട്
ഷേപ്പിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ കൊടുക്കണം. മേലോട്ടേക്ക് അങ്ങോട്ട് തീർന്ന് പോകുന്ന രീതിക്ക്. അങ്ങനെ 2 സൈഡിലും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്ക് 4.5 വേണ്ടവരുണ്ടാകും, 5 വേണ്ടവരുണ്ടാകും. മെലിഞ്ഞവരാണെങ്കിൽ 4 മതിയാകും. അതൊക്കെ ഓരോരോ ബോഡിക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ സ്കേർട്ട് പാർട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഈ പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ലെങ്ത്ത് മതിയാവാത്ത പീസിനെ വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെക്കുക. ഇതിപ്പോൾ ഇതിന് നല്ല വശം, ഈ നല്ല വശത്തിനെ എടുത്തിട്ട് അതിന് മെയിൻ പാർട്ടിലുള്ള നല്ല വശത്തേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടേ എടുക്കാവൂ. ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് എടുത്ത് പിന്നെ 3/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യരുത്. നല്ല വശം ചേർത്ത് അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. മറ്റേ പീസിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചീത്ത വശത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുക. നമ്മൾ പ്രിൻ്റൊക്കെ കണക്കാക്കിയിട്ട് നല്ല സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അറിയൂല. ഇതിലിപ്പോൾ പീസ് കൊടുത്തത് അത്ര പെട്ടെന്ന് അറിയുന്നില്ല. പ്രിൻ്റൊക്കെ നമ്മൾ നോക്കി ചെയ്യണം. ഇതിലൊക്കെ പ്രിൻ്റ് നമ്മൾ തുണി ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ചില ഡ്രസ്സിൽ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വരുന്ന ടൈപ്പിലായിരിക്കും പ്രിൻ്റ് പോയിട്ടുണ്ടാകുക. അതേപോലെ തന്നെ വേസ്റ്റ് പാർട്ട് ബോഡി പാർട്ടിന് കണക്കാണോ എന്നുള്ളതൊക്കെ നോക്കി കൃത്യമാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇനി സ്ലീവ് കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ ഒരു എൻഡ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലേസ് കൊടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ താഴെ ഭാഗത്ത് വേണമെങ്കിൽ ലേസ് കൊടുക്കാം. അങ്ങനെയൊക്കെ കൂടുതൽ ഭംഗി കൂട്ടാം. അല്ലെങ്കിൽ വൈറ്റ് കളർ പൈപ്പിങ് കൊടുത്താലും ഭംഗി ഉണ്ടാകും. പിന്നെ എ ലൈൻ ടോപ്പിൽ പൈപ്പിങ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പൈപ്പിങ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിനും പൈപ്പിങ് കൊടുക്കുക. ഇനി പലർക്കും പ്രശ്നങ്ങൾ വരുന്നതും സംശയങ്ങൾ ചോദിക്കുന്നൊരു പാർട്ടാണ് അംബർല ടോപ്പിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കുമ്പം പിരിച്ചിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു 4 ഇഞ്ച് അതിലധികം കുറവായിട്ട് തയ്ക്കുക. അപ്പോൾ ഈ തയ്യൽ ഈ അറ്റത്തെ കൂടി തയ്ക്കണം കേട്ടോ. ഫുൾ റൗണ്ടിൽ അത് തയ്ച്ചെടുക്കുക. അത് എ ലൈൻ ടോപ്പിനും താഴെ ഭാഗം മടക്കി അടിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വളഞ്ഞ് കാണും നിങ്ങൾ. അത് പിന്നെ ക്രോസിലാണല്ലോ നമ്മൾ തുണി വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ അതുകൊണ്ട് അത് കൂടുതൽ രണ്ടും ഒന്നിച്ച് ബിഗിനേഴ്സ് നടക്കുമ്പോൾ കൂടുതൽ പൊളയൽ തോന്നും. പക്ഷെ എക്സ്പേർട്ടായി കഴിയുമ്പോൾ നമുക്ക് രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ. ആ ഒരു മടക്ക് ഫുൾ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ റൗണ്ട് മടക്കേണ്ടത്. ഇത് മടക്കണ സമയത്ത് നമ്മളെ വശത്തേക്ക് തുണി ഒരിക്കലും വലിച്ച് പിടിച്ചായി പോവരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതിച്ച് അവിടെ കൊടുക്കുക, അതിമേലേക്ക് കൂടി തയ്ക്കുക. അങ്ങനെ തയ്ച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ തയ്യലാണെങ്കിൽ ഈ അറ്റത്ത് ആദ്യം നമ്മുടെ വലത്തെ അറ്റത്തേക്കാണ് തയ്യൽ പോയിണ്ടാകുക ആദ്യത്തെ ഫോൾഡിൽ. രണ്ടാമത് ഈ ഇടത്തെ ഭാഗത്തേക്കാണ്. അതായത് ആദ്യത്തെ തയ്യൽ വന്നതിൻ്റെ മേലെ കൂടി തന്നെയാണ് രണ്ടാമത്തെ തയ്യൽ വരേണ്ടതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം നല്ല വൃത്തിയിൽ കിട്ടും. പിന്നെ റോളിംഗ് ഫൂട്ടൊക്കെ ഉള്ളവർക്ക് സിഗ്സാഗ് സ്റ്റിച്ച് കിട്ടുന്നവർക്കൊക്കെ അതിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കുറേയും കൂടി ഭംഗിയുണ്ടാവും. അതൊന്നും ഇല്ലാത്ത സാധാരണ മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യാൻ ഇതാണ് എളുപ്പം. പിന്നെ മോളതിൽ പാൻറ്റിൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് ബാക്ക് നെക്കിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇൻവിസിബിളായിട്ട് ഷോൾഡർ ജോയിനിങ് ആണ് ഈ കാണിക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പതിച്ചടിക്കുക. കണ്ടില്ലേ? ഈ ഭാഗം ഇങ്ങനെ വെക്കുക, ഉള്ളിലേക്കാക്കി വെക്കുമ്പോഴാണ് ആ ഭാഗം. ഇതെപ്പോഴും എല്ലാവരും ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ സംശയം ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഷോൾഡർ ജോയിനിങ് കേട്ടോ. അപ്പം എല്ലാത്തിലും ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഈ പാനലുകൾ നമുക്ക് ജോയിൻ ചെയ്യാം. നല്ല വശം ഈ തുണിയിലൊക്കെ നമ്മൾ ശരിക്കും ആ പാനൽസ്, ആ ലൈന് കണ്ടില്ലേ, ആ ഡിസൈൻ കണ്ടില്ലേ, മേലോട്ടേക്ക് നിൽക്കുന്ന രൂപത്തിൽ, അതൊക്കെ ഡിസൈൻ നോക്കി ചെയ്തില്ലെങ്കിൽ ഡ്രസ്സിൽ ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം മേലോട്ടേക്ക് തല ഉയർത്തി നിൽക്കുന്ന പോലെ വേണം ആ ഫ്ലവേഴ്സിനെ വരുത്താൻ. നമ്മൾ പിന്നെ ജോയിൻ ആക്കി കൊടുക്കുക. 6 പീസ്. ഇതിലിപ്പം 6 പീസിനും ഒരേ വീതി നീളം ഉണ്ടാകുക. നമ്മൾ സാധാരണ ഇതിന് മുമ്പൊക്കെ പാനൽ കട്ട് ചെയ്തപ്പം തുണീനെ ഫോൾഡ് ചെയ്ത് ഒരു വശത്ത് നിന്ന് മാത്രം ചരിച്ച് കട്ട് ചെയ്യുമ്പം 4 പീസ് ചെറിയ വീതിയിലായിട്ട് വരും. ഇതിനങ്ങനെ വരില്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ.
ഈ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ നല്ല വശം ചേർത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ താഴേക്ക് ഇതാക്കാം. അപ്പോൾ ഇതിനും വേണം ഈ ബോഡി പാർട്ടിൽ കൊടുത്ത അതേ പീസ് തന്നെ താഴത്തേക്ക് കൊടുക്കാം കേട്ടോ. അത് ഞാൻ സ്ലീവിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്ലീവ് കൊടുത്ത് കണ്ടപ്പോൾ തന്നെ ഉള്ളതാണ് ഞാൻ താഴെ കൊടുക്കണ്ടെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ലെങ്ത്ത് വിചാരിച്ചിരുന്ന് അവൾ പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മതിയെന്ന്. അപ്പോൾ അതാണ് ചിലപ്പം വിഷയങ്ങൾ ഐഡിയാസ് മാറിപ്പോവും കാണുമ്പം മക്കളിങ്ങനെ പറയുമ്പോഴേ. അപ്പോൾ ഫൈനൽ ലുക്കിൽ ഇങ്ങനെയൊക്കെയാണ്. ഇതിന് കുറേ ആളുകൾ ചോദിച്ചതാണ് ഇതിൻ്റെ വീഡിയോ. ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.